എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഹാളില്. ഈ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. അബിക്കാണെങ്കിൽ ഒമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അബി ഇങ്ങനെ ഒമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അബി മനസ്സിൽ കരുതും അവളുടെ മനസ്സ് നിർമ്മലാന്നാ തോന്നുന്നത്. അവള് അവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാ തന്നെ മൈൻഡ് പോലും ചെയ്യാത്ത. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അബി അവിടുത്തെ ബാത്റൂമിലേക്ക് ഓടുവാണ്. ഓടിപ്പോയി വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ജലജി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജലജി വന്ന് അവിടെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അബി ബാത്റൂമിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്. എടാ എന്ത് പറ്റിയുടെ മോനെ, എന്താ നിന്റെ മുഖമല്ലായിരിക്കണേ? അല്ലമ്മ എനിക്ക് ഒരു വൊമിറ്റിങ്ങോ എന്നിട്ട് അറിയില്ല, എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ജലജ നേരെ നവ്യനെ നോക്കണം. നവ്യ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ജലജ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, എൻ്റെ മോൻ ഇവിടെ ഛർദ്ദിച്ച് കിടക്കുന്ന നീ കണ്ടില്ലേടിന്ന് ചോദിക്കുകയാണ്. ഓ, ഞാനാ ശ്രദ്ധിച്ചില്ല എന്ന് പറയണ. ഞാൻ ഇവളോട് പറഞ്ഞു അമ്മ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ഇവള് മൈൻഡ് ചെയ്തില്ലെന്ന് പറയണ. അതെങ്ങനെയാ ഇവള് മൈൻഡ് ചെയ്യുവോ? ഇവൾക്ക് അതിന് വല്ല സമയമുണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞ് അവള് കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നാണമുണ്ടോടി നിനക്ക്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരുത്തിന് നിനക്ക് എന്തിനാണ് മോനെ? ഇവളെയൊക്കെ വല്ല കായലിലും കൊണ്ടേ തള്ളണോന്ന് പറയാ. ഇത് കേട്ടതും നവയിച്ച് കായലിൽ കൊണ്ടേ തള്ളാന്നാ ഞാൻ എന്നാ വല്ല വേസ്റ്റ് വാട്ടർ വല്ലതാണോന്ന് ചോദിക്കണം. ഓ, നീ അതിനേക്കാളും തുഷ്ടിയൊരു സാധനമാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല എന്ത് പറ്റിയുടെ മോനെ, എന്ത് പറ്റിയെന്ന് അറിയില്ലമ്മേ എന്ന് പറയണം. ഇവിടെ ഞാനിന്നുണ്ടല്ലോ, നാണമില്ലാത്തോള് കയറി ഇരിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് നവീനെ അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പെട്ടെന്ന് അബിയെ കയ്യെ കയറി പിടിച്ചു. വേണ്ടമ്മേ, ഒന്നും വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റം മൊത്തം നമ്മുടെ തലയിലായിരിക്കും. വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ജലജാനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്തും നവ്യ മനസ്സിൽ കരുതി, ദൈവമേ ഇവർ ഇത്രമാത്രം കിടന്ന് ചൂടാവുന്നുണ്ട്. ഇനിയിപ്പോ നിർമ്മലിന്റെ കാര്യത്തെക്കുറിച്ച് വല്ലതും അറിയുവാണെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് മിക്കവാറും ഇറക്കി വിടും. അപ്പൊ കുറച്ച് ബോൾഡായിട്ട് നിന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇവരുടെ മുന്നിൽ താണു കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടി കൊടുക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തിൽ നവ്യ എത്തുവാണ്. പിന്നീട് കാണിക്കുന്ന നയന കനകേനെ ഫോൺ ചെയ്യുവാണ്. എന്താ അമ്മ, അമ്മ ഈയിടെയായിട്ടൊന്നും വിളിക്കുന്നു പോലില്ല, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, ഞാൻ തിരക്കിലൊക്കെയാണ്. എന്ത് തിരക്ക്? എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മ എന്നെ വിളിക്കണം അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെന്ന് ചോദിക്കുക. ഇവിടെ വിശേഷങ്ങൾ എന്താ, അനിയുടെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. കല്യാണക്കുറിയൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടെന്ന് കനകയുടെ ഞെട്ടലുണ്ടായി. പെട്ടെന്ന് പറഞ്ഞു, അല്ല വേറെ കുഴപ്പമൊന്നുമില്ലോ അല്ലേന്ന് ചോദിക്കണം. എന്ത് കുഴപ്പം? പിന്നെ എനിക്കാണ് ആകെപ്പാടൊരു പ്രശ്നമുള്ളത്. അവനാണെങ്കിൽ ഇപ്പൊ വിവാഹം വേണ്ടെന്നും പറഞ്ഞോണ്ടാ. അവൻ എന്തോ ഒരു എതിർപ്പുണ്ടമ്മേ. അവന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ കനക പെട്ടെന്ന് ചോദിച്ചു, അല്ല മോളെ ആരാന്ന് പറഞ്ഞ? ആരാന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആരോ ഉണ്ട്, അതിനെക്കുറിച്ച് അവൻ എന്നോട് ഒന്ന് പറഞ്ഞു. ഇത് കേട്ടൻ കനക പറഞ്ഞു, പിള്ളേരുടെ മനസ്സല്ലേ, ഈ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്കറിയാലോ, എത്രയും പെട്ടെന്ന് ആ വിവാഹം അങ്ങോട്ട് നടത്താൻ നോക്കാൻ പറയണം. അതന്നെയമ്മേ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നേ. മുത്തശ്ശൻ വാക്കുകൊടുത്താ ഇനിയിപ്പോ ആ വിവാഹത്തിന് ഒരു കാരണവശാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ആ വിവാഹം നടക്കുമെന്ന് പറയാം. അല്ലെങ്കിലും അമ്മയ്ക്കറിയാലോ, ഇപ്പൊ അനിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടേ പോലും ഒരിക്കലും കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടമില്ലാതെ ഒരു പെണ്ണ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അനിയനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അമ്മയെന്ന് പറയണം. ശരി മോളെ, അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം. അല്ല നന്ദു എന്ത് ചെയ്യുമ്പോ നീ ചോദിക്കണം. നന്ദു എന്തോ അവൾ അപ്പുറം എവിടെ ഉണ്ടെന്ന് പറയണം. അല്ല നന്ദുവിന് എന്ത് പറ്റി? അവള് വന്നു കഴിഞ്ഞിട്ടാണല്ലോ അവളുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമമുള്ളൂ. പണ്ടത്തെ പോലെയല്ല. നേരത്തെ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, ഇപ്പൊ എന്നെ വിളിക്കണ പോലും ഇല്ലെന്ന് പറയാണ്. അവൾക്ക് എന്ത് പറ്റിയുമെന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല മോളെ, അവൾ കേടായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. പഴയ പോലെ ഒന്നുമല്ല, ആ ഊർജ്ജസ്വലതയൊന്നുമില്ല. എപ്പോഴും എവിടെയെങ്കിലും ആലോചിച്ച് ഒരേ ഒരു ഇരിപ്പിരിക്കുവാന്ന് പറയാണ്. സൂക്ഷിക്കണം, ഈ പ്രായം ഇതാമേ, മനസ്സിൽ എന്തേലുമൊക്കെ കടന്നു കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. വല്ല ചെക്കന്മാരിനെ അവളുടെ മനസ്സിലുണ്ടായിരിക്കുവോ? ഇത് കേട്ടതും കനകയുടെ ഞെട്ടുണ്ട്. ദൈവം ഇവളെന്തേലും അറിഞ്ഞോ? പെട്ടെന്ന് തന്നെ നായന പറഞ്ഞു, പിന്നെ നന്ദു അല്ലേ, അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം അവളെപ്പോഴും ആമ്പിള്ളേരുടെ കൂടെയല്ലേ കൂട്ടുകൂടി നടക്കുന്നേ. അവളെപ്പോഴും പറയും തനിക്ക് ഒരാളുടെ അടിമയായിട്ട് ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ലെന്ന്, ഒരാളുടെ കീഴിൽ. അതുകൊണ്ട് പിന്നെ അമ്മ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട, അവൾക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറയണം. എന്നാ ശരി മോളെ, ഗോവിന്ദേട്ടൻ കഴിക്കാൻ വരാറായി, ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പോയി കറി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറയാണ്. പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് നയനി ഓർത്തിത് എന്താ അമ്മ ഇങ്ങനെ? സാധാരണഗതിയില് താൻ ഫോൺ വെക്കാൻ പോവാന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് കനക എന്ത് ചെയ്യുവാണ്, നേരെ നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ജനലിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു. ചെന്നിട്ട് ചോദിച്ചു, എന്താ നന്ദൂട്ടാ അത്? എന്ത് പറ്റി നിനക്ക്? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ലമ്മേ, നീ അനിയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണേ.
ഇല്ലമ്മേ, എനിക്ക് അങ്ങനെ സങ്കടവും വിഷമമൊന്നുമില്ല. ഞാൻ അവനെക്കുറിച്ചല്ല ചിന്തിക്കണേന്ന് പറയാ. വെറുതെ കള്ളത്തരം പറയണ്ട നന്ദൂട്ട എൻ്റെ അടുത്ത്. എനിക്കറിയാലോ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താമ്മേ? അല്ല, നിന്നോട് അവൻ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നമ്മളെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ലെന്ന് പറയണം. പിന്നെ എന്തിനാ നന്ദൂട്ട നീ ഇങ്ങനെ വേദനിക്കുന്നേ? അവൻ നിന്നോട് ഇതായിട്ട് ഇഷ്ടവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുത്തിട്ടും ഇല്ലോ. എന്നാലും അമ്മ, അതല്ല, എൻ്റെ മനസ്സിൽ നിന്ന് അവനെ മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടം പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല, അതിനപ്പുറത്തേക്ക് എന്തോ ഒരു അടുപ്പം എനിക്ക് അവനോട് തോന്നിപ്പോവാന്ന് പറയണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാ. പെട്ടെന്ന് കനക പറഞ്ഞു, അതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞായിരുന്നു നന്ദൂട്ട. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്നറിയാലോ. പോരാത്തേന് അവിടുത്തെ മൂർത്തി മുത്തച്ഛനെ വാക്ക് കൊടുത്തിരിക്കുന്നേ, അനാമികയുടെ അച്ഛന്. അതുകൊണ്ട് ഇനി ഈ വിവാഹം ഒരിക്കലും നടക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെ നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിമാരുടെ ജീവിതം കൂടെ ഇതായിരുന്നേ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാം മനസ്സിലാവുന്നുണ്ടമ്മേ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ നന്ദു ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയാണ്. പിന്നീട് നന്ദു അങ്ങോട്ട് അകത്തേക്ക് പോകുമ്പോഴത്തേന് കനകയുടെ ഉള്ള സമാധാനം കൂടെ പോയി. ഈ സമയം അനിയാണെങ്കിൽ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അനിക്ക് പഴയ പോലെ ആ ഒരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു മുഖത്ത്. നയന എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് പാലൊക്കെയായിട്ട് അങ്ങോട്ട് വരിക. എന്നിട്ട് നിന്ന് ഈ പാലൊക്കെ കുടിച്ചിട്ട് കിടക്ക്, നല്ല ഉറക്കം കിട്ടുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ഇനി എന്താ ഉറക്കം കിട്ടാനാ ചേച്ചി? എൻ്റെ ഉറക്കങ്ങളെല്ലാം പോയെന്ന് പറയാണ്. എന്താ ഉറക്കം പോകാനിപ്പോൾ എന്നാ കാരണം ഇരിക്കുന്നത്? നിന്റെ വിവാഹമല്ലേ വരുന്നേ? വിവാഹം അതന്നെ എൻ്റെ ഉറക്കം കളയണേന്ന് പറയാണ്. എന്താ ഇനി നീ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞ കാര്യങ്ങളല്ലേ? നിന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞേക്കാൻ പറയാം മനസ്സിൽ നിന്ന്. അതെങ്ങനെ എടത്തി മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നേ? എടത്തിക്കറിയാലോ ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുന്നേന്ന്. അല്ല, നീ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ, നീ അവളോട് ഇതിനായിട്ട് സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അനിയൊന്ന് പെട്ടു. അനി പറഞ്ഞ് സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ അവളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവൾ എൻ്റെ കൺമുന്നിൽ വരാറുണ്ട്. അത് മാത്രമല്ല, അവളുടെ സൗണ്ട് കേൾക്കണമെന്ന് ഓർത്ത സമയത്ത് അവളെന്നെ കോൾ ചെയ്യാറുമുണ്ട്. എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് മാത്രം അടുപ്പമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടത്തേക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടെന്ന് നയന് പറഞ്ഞു, ഞാനാ? നല്ല കഥയായിപ്പോയി. അനി ഒരു കാര്യം വിചാരിക്കണം, എനിക്ക് അങ്ങനെ ഒരിക്കലും അനിയെ രക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അനി ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ പോലും അവളുമായിട്ട് ഒന്നിപ്പിക്കാണ്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയാലോ എൻ്റെ ഈ വീട്ടിലത്തെ അവസ്ഥ തന്നെ എത്രമാത്രം പരിതാപകരമാണ്. ആ ഇരിക്കുന്ന ഞാൻ എങ്ങനെ അനിയനെ രക്ഷിക്കുന്നത്? എനിക്കിനി വേറെ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലുള്ള ആരുടെ അടുത്തും മുന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആദ്യം എന്നെ ഇറക്കി വിടുന്നത് ഈ വീട്ടിലെ അമ്മയായിരിക്കും. അറിയാലോ, അമ്മയ്ക്കും ആദർശേണ്ട എന്നെ ഇപ്പൊ കണ്ണെടുത്ത് കാണത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. ഞാൻ തന്നെ ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് എങ്ങനെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇനി അനിയും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുള്ളൂ. അതുകൊണ്ട് ആ ചിന്തകളൊന്നും വേണ്ട. അനി നന്നായിട്ട് കിടന്നുറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. കല്യാണത്തെക്കുറിച്ച് മാത്രം ഇപ്പം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നയനി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അനിക്ക് കിടന്നിട്ടോണെ ഉറക്കവും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അനിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനി ഓർത്ത് നന്ദുവിനെ ഒന്ന് വിളിച്ചാലോന്ന് നന്ദുവിനെ ഫോൺ ചെയ്യുവാണ്. നന്ദുവിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം എന്ന് പറയാം. ഈ സമയത്തോ? ഈ രാത്രിയിലോ? അതെ, എനിക്ക് നന്ദുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അല്ലാതെ എന്തിനാ ഇനി? അതൊക്കെ നേരിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയണം. വേണ്ട വേണ്ട, വന്നിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും കാണും, അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പം തന്നെ കാണണം, അത്യാവശ്യ കാര്യമെന്ന് പറയണം എന്ന് പറഞ്ഞ് അനി കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്ന നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനി വിളിക്കും, പുറത്തിറങ്ങി പോകണോ? പോവായിരുന്നിട്ടുണ്ടെങ്കിൽ അനി എന്ത് വിചാരിക്കും? അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും അമ്മ എല്ലാവരും നല്ല ഉറക്കം ഉറങ്ങണേ, അമ്മയും അച്ഛനും കൂടെ. അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ പോയി നന്ദു കതക് തുറക്കുവാണ്. കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നന്ദുവിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പോയി നോക്കി കഴിയുമ്പോഴത്തേനും അനി അവിടെ നിൽക്കുന്നത് കണ്ടു. കാർ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തേക്കുന്നതും കണ്ടു. ഇങ്ങോട്ട് പോയി, ഞാൻ ഇവിടെയാന്ന് പറയാണ്. അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ അനി, എന്താ രാത്രി കാണണമെന്ന് പറഞ്ഞേ? അതെ, എനിക്ക് നിന്നോട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയും. ഈ രാത്രിയിലോ? അമ്മയല്ലൊക്കെ ഉണർന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് സംസാരിച്ചാൽ മതിയാവുള്ളൂ പറയണം. അതിപ്പോൾ എന്താ സംസാരിക്കാനുള്ളത്? പെട്ടെന്ന് പറ. ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലം വരെ പോകാന്ന് പറയണം. അത് ഈ സമയത്തോ? അതിനെന്താ, 4 മണിയല്ലേ ആയുള്ളൂ. വാ നന്ദു, എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കണം. എന്നാലും എങ്ങോട്ടാ പോണേന്ന് പറയാതെ ക്ഷേത്രം വരെ ഒന്ന് പോകാനെന്നുണ്ട്. ക്ഷേത്രത്തിലേക്കോ? ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അതിന്. അതൊന്നും സാരമില്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് ക്ഷേത്രത്തിന് അടുത്ത്, അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആവും, അതിനുള്ള ഡ്രസ്സും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാണ്. അങ്ങനെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന നേരമെടുത്ത് ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനകയോട് പറഞ്ഞു, അല്ല നന്ദു എന്ത് ചെയ്യും? നന്ദുവിനെ എതിരായിട്ടും കണ്ടില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കനക പറഞ്ഞു, അവളെ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ അവൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയോ ഒരു കരോട്ട സെന്ററിൽ അങ്ങോട്ട് പോകുന്ന കാര്യം.
എന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് പോയി കാണുമായിരിക്കും എന്ന് പറയാണ്. അല്ലെങ്കിൽ അവളിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. നന്ദുവിന് എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ആ വിഷമങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്ന് പറയാം. ഈ സമയത്ത് കനക പോയി മുറി നോക്കിയപ്പോൾ നന്ദുവിനെ കണ്ടില്ല. ഓ, അന്നെങ്കിൽ അവൾ അവിടെ കരോട്ട സെന്ററിൽ പോയിട്ടുണ്ടെന്ന് തോന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നേ. നന്ദൂട്ടം വന്നെന്ന് തോന്നേ എന്ന് പറഞ്ഞ് പോയി കതക് തുറക്കുവാണ്. കതക് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അനിയും നന്ദും കൂടെ വിവാഹിതരായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ഈ കാഴ്ച കണ്ടതും ഗോവിന്ദനും കനകയും ഞെട്ടിത്തെരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടേ. അപ്പൊ കല്യാണം കഴിഞ്ഞോ അതോ ഇല്ലയെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.